ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു MCQ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേര് ഷിജു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The main advantage of optical fiber communication over electrical communication is. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ലോവർ ബാൻഡ്വിഡ്ത്ത് ആണോ, ഹയർ അറ്റുനേഷൻ ആണോ, ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആണോ, അതോ ഡിഫിക്കൽട്ട് ടു ഇൻസ്റ്റാൾ ആണോ? ഇതിലേതാണ് അഡ്വാൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് കുറവ് എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് അല്ല, അറ്റുനേഷൻ കൂടുതൽ അതും അഡ്വാൻറ്റേജ് അല്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നതും അഡ്വാൻറ്റേജ് അല്ല കേട്ടോ. അപ്പോൾ ഇമ്മ്യൂണിറ്റി ടു EMI ആണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ലൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്, മേക്കിംഗ് ദം ഇമ്മ്യൂൺ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് വിച്ച് അഫക്ട്സ് കോപ്പർ കേബിൾസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഒക്കെ കോപ്പർ കേബിൾസിലാണ് പ്രശ്നം ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ ലൈറ്റാണ് ഉപയോഗിക്കുക, ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് ആകുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് വരില്ലല്ലോ. ഇലക്ട്രിക്കൽ സിഗ്നലോ മാഗ്നറ്റിക് സിഗ്നലോ ഒക്കെ ആകുമ്പോഴാണല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് അവിടെ വരേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് വരുന്നില്ല. അതുകൊണ്ട് ഇറ്റ് റിസൾട്ട്സ് ഇൻ എ ക്ലിയറർ ആൻഡ് മോർ റിലയബിൾ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The typical wavelength range used in optical fiber communication is. Optical fiber communication നമ്മൾ ഇത് ഒപ്റ്റിക്കൽ ഡിവൈസസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ തന്നെ MCQs ഒന്ന് വെരിഫൈ ചെയ്യുക. ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഇത് വരിക. അതായത് വയലറ്റ് സ്പെക്ട്രത്തിൽ എന്തൊക്കെ വരും, ഏതൊക്കെ കളേഴ്സ് വരും? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വരും അല്ലേ. അപ്പോൾ അതിൽ വരാൻ പോകുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത് 850 to 1650 നാനോമീറ്റർ ആണ് വേവ് ലെങ്ത് വരാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും വേവ് ലെങ്ത്തും ഫ്രീക്വൻസി ഒക്കെ വെച്ചിട്ട് ഞാൻ ഓർക്കാനുള്ള ഒരു എളുപ്പപ്പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു MCQൻ്റെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ കോമൺ ട്രാൻസ്മിഷൻ വിൻഡോസ് in optical communication are centered around 850 nanometer, 1310 nanometer, 1550 nanometer, where fiber loss is minimal. അപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിലെ ട്രാൻസ്മിഷൻ വിൻഡോസ് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ 850 നാനോമീറ്ററിൻ്റെ ചുറ്റുമുള്ള ആ ഒരു വിൻഡോയ്ക്കകത്ത് ആണെങ്കിൽ എന്താണ്, ഫൈബർ ലോസ് മിനിമം ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യും. 1310 നാനോമീറ്ററിൻ്റെ ഇടയിലുള്ളതും നമ്മൾ യൂസ് ചെയ്യും, 1550യുടെ ഇടയിലുള്ളതും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കാണുമ്പോൾ തന്നെ റേഞ്ച് എത്രയാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും കേട്ടോ. 850 മുതൽ 1650യുടെ ഉള്ളിലുള്ള വാല്യൂസ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് പറയാൻ കഴിയും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇതിൽ ഒപ്റ്റിക്കൽ ഫൈബർ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. സിംഗിൾ മോഡ് ഫൈബർ അത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ അതും ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. മൾട്ടി മോഡ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ അതും ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. കോആക്സിയൽ ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മെറ്റാലിക് ആയിട്ടുള്ള കേബിൾ ആണ്, അത് ഒപ്റ്റിക്കൽ ഫൈബർ അല്ല. അപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ഉത്തരം എന്താണ്? കോആക്സിയൽ ഫൈബർ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ കോആക്സിയൽ കേബിൾ is a metallic cable. It is not an optical fiber. Optical fibers are categorized into single mode and multi mode types. Okay, അടുത്ത ചോദ്യം. The main cause of attenuation in optical fibers is. എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ അറ്റുനേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? മെയിൻ കോസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. കപ്പാസിറ്റൻസ് ആണോ? അല്ല. ഇംപിഡൻസ് ആണോ? അല്ല. അവിടെ കപ്പാസിറ്റൻസും ഇംപിഡൻസും ഒന്നും വരേണ്ട കാര്യമില്ല, കാരണം ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരുന്നില്ല. ഓക്കെ, ലൈറ്റ് സിഗ്നൽസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ലൈറ്റ് സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അബ്സോർപ്ഷൻ, സ്കാറ്ററിങ്. ഓക്കെ, അവിടെ അതുകൊണ്ടാണ് എന്ത് വരുന്നത്? അറ്റുനേഷൻ വരുന്നത്. ഓക്കെ, റിഫ്ലക്ഷൻ അല്ല കേട്ടോ, അബ്സോർപ്ഷൻ ആൻഡ് സ്കാറ്ററിംഗ് ആണ് അവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. അറ്റുനേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു മെറ്റീരിയൽ അബ്സോർപ്ഷൻ, റിലേ സ്കാറ്ററിംഗ് ആൻഡ് മൈക്രോ ബെൻഡിങ് ലോസസ് ഇൻ ദ ഫൈബർ മെറ്റീരിയൽ. ഓക്കെ, അറ്റുനേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അബ്സോർപ്ഷൻ, സ്കാറ്ററിങ്ങും ബെൻഡിങ് ലോസസും. ഓക്കെ, അടുത്ത ചോദ്യം. The typical light source used for long distance optical communication. Long distance optical communication നമ്മൾ എന്താണ് ഉപയോഗിക്കുക? അപ്പം നമ്മൾ പെട്ടെന്ന് ഇതൊക്കെ നമ്മൾക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ട ഉത്തരങ്ങളാണ് കേട്ടോ.
കാരണം നമ്മൾ ഇതിൽ ഉത്തരങ്ങൾ ABCD എന്ന് പറഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ നമുക്കിവിടെ LED-യും ലേസർ ഡയോഡൊക്കെ തമ്മിൽ ഒരു ചെറിയ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഇൻകാൻഡസെന്റ് ബൾബോ ഫ്ലൂറസെന്റ് ലാമ്പോ ആവില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. LED ലേസർ ഡയോഡാണ് നമ്മൾ എപ്പോഴും ലൈറ്റ് സോഴ്സുകളായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ലൈറ്റ് സോഴ്സുകളിൽ LED ആണോ ലേസർ ഡയോഡാണെന്ന് ഒരിക്കലും ഡൗട്ട് വരരുത്. എന്തുകൊണ്ടാണ്? ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹൈ പവറുള്ള ട്രാൻസ്മിഷൻ വേണം അല്ലേ? അപ്പോൾ നല്ലൊരു ഹൈ പവറുള്ള ലൈറ്റ് സോഴ്സ് വേണം. കോഹിറൻ്റ് ആയിട്ടുള്ള മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഡയറക്ഷണൽ ലൈറ്റ് വിത്ത് ഹൈ പവർ അതേതാണ്? അതാണ് ലേസർ ഡയോഡ്. അതുകൊണ്ട് തന്നെ ലേസർ ഡയോഡാണ് നമ്മൾ ഉപയോഗിക്കുക. ലേസർ ഡയോഡ് പ്രൊവൈഡ് കോഹിറൻ്റ് മോണോക്രോമാറ്റിക് directional light with high power. Okay, so it is suitable for long distance transmission. LEDs are used for short distance. അപ്പോൾ short distance transmission എന്ന് പറഞ്ഞാൽ LED എന്ന് ഓർക്കുക, long distance transmission എന്ന് പറഞ്ഞാൽ laser diode എന്നും ഓർക്കുക കേട്ടോ. അടുത്ത ചോദ്യം, which detector is commonly used in optical fiber communication systems? തെർമിസ്റ്റർ ആണോ ഉപയോഗിക്കുക? ഇല്ല, തെർമിസ്റ്റർ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക അല്ലേ? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന് തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റൻസ് മാറുന്ന ഒരു ഡിവൈസാണ്. അത് ടെമ്പറേച്ചർ അല്ല ഇവിടെ വേണ്ടത്, നമുക്ക് ലൈറ്റ് മാറുമ്പോഴാണ് നമുക്ക് റെസിസ്റ്റൻസ് മാറേണ്ടത്. അതാരാണ്? അപ്പോൾ ഫോട്ടോ ഡയോഡാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക കേട്ടോ. ഫോട്ടോ ഡയോഡ്സ്, പിൻ ഓർ അവലാൻഷെ ടൈപ്പ് ഡയോഡ്സ് ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ദേ കൺവേർട്ട് ഓപ്റ്റിക്കൽ സിഗ്നൽസ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിത്ത് ഹൈ സ്പീഡ് ആൻഡ് സെൻസിറ്റിവിറ്റി. അതുകൊണ്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഫോട്ടോ ഡയോഡാണ് കോമൺലി ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ എന്ന് പറയുന്ന ആള്. Okay, അപ്പോൾ ഫോട്ടോ ഡയോഡ്സ് ആർ ഡിറ്റക്ടേഴ്സ് വിച്ച് കൺവേർട്ട് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അത് ഓർത്ത് വയ്ക്കുക. ഫോട്ടോ ഡയോഡ്സിന് ടൈപ്സ് ഏതൊക്കെയാണ്? പിൻ ടൈപ്പും ഉണ്ട്, അവലാൻഷെ ടൈപ്പും ഉണ്ട്. അടുത്ത ചോദ്യം, ഡിസ്പേർഷൻ ഇൻ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് കോസസ്. ഡിസ്പേർഷൻ കാരണം എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഒരു ഡിജിറ്റൽ പൾസ് നമ്മൾ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഡിസ്പേഴ്സ് ആവുമ്പോൾ ആ പൾസ് ഔട്ട്പുട്ടിൽ വരാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇൻപുട്ട് ഇതാണെങ്കിൽ ഔട്ട്പുട്ട് ഇതായിരിക്കും. അതായത് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ഒരു ഇൻപുട്ട്, ഇത് ഇങ്ങനെയുള്ള ഒരു ഇൻപുട്ട് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ചിലപ്പോൾ അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അടുത്തത് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ കുറേ ഇൻ്റർഫറൻസ് വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഇതിൻ്റെ ഇടയിൽ ആദ്യത്തെ സിഗ്നൽ കഴിയുന്നതിന് മുമ്പും രണ്ടാമത്തെ സിഗ്നൽ വന്നു, അവിടെ ഇൻ്റർഫറൻസ് വരുന്നുണ്ട്. എല്ലാത്തിനും കാരണം എന്താണ്? പൾസ് ബ്രോഡനിങ് ആണ് അല്ലേ? ഈ പൾസ് കുഞ്ഞതായിരുന്ന പൾസ് ഔട്ട്പുട്ടിൽ എത്തുമ്പോഴേക്കും എന്തായി? വലുതായി മാറി. ഡിസ്പെർഷൻ കാരണമാണ് അത് സംഭവിക്കുന്നത്. ഓക്കെ, ഡിസ്പെർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ വേവ് ലെങ്ത്തുകളെ പല സ്പീഡിൽ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്താ സംഭവിക്കുക? നമ്മുടെ പൾസ് ബ്രോഡൻ ആവുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ സിഗ്നൽ ഡിസ്റ്റോർഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഡിസ്പെർഷൻ കോസസ് ഇൻക്രീസ് ഇൻ സിഗ്നൽ സ്ട്രെങ്ത് ആണോ? അല്ല. ഡിക്രീസ് ഇൻ സിഗ്നൽ പവർ ആണോ? അല്ല. ബ്രോഡനിങ് ഓഫ് ലൈറ്റ് പൾസ് ആണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്തും അല്ല. ഇറ്റ് കോസസ് ഡിഫറെൻറ്റ് ലൈറ്റ് മോഡ്സ് ഓർ വേവ് ലെങ്ത്സ് ടു ട്രാവൽ അറ്റ് different speeds leading to pulse broadening and signal distortion due to interference. Okay, അടുത്ത ചോദ്യം, the main function of an optical repeater is to. main function of an optical repeater എന്താണ് ചെയ്യുക? റിപ്പീറ്റർ എന്താ ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുക്കണം. എന്തിനാണ്? ആ സിഗ്നലിനെ വീണ്ടും വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് റീജനറേറ്റ് ചെയ്ത് എടുക്കാൻ. ഓക്കെ, കൺവേർട്ട് ഒപ്റ്റിക്കൽ സിഗ്നൽ ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ ആണോ? അല്ല. ആംപ്ലിഫൈ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഡയറക്ട്ലി ആണോ? അല്ല. റീജനറേറ്റ് ദ സിഗ്നൽ ടു റീസ്റ്റോർ ക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ റിപ്പീറ്റേഴ്സ് റിസീവ് വീക്ക് സിഗ്നൽസ്, ആംപ്ലിഫൈ ആൻഡ് റീഷേപ്പ് ദം ടു റീസ്റ്റോർ ഒറിജിനൽ ക്വാളിറ്റി ബിഫോർ റീട്രാൻസ്മിറ്റിംഗ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിയിൽ, ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്ന വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുക്കും. എന്തിനാ? ഒന്ന് ഉഷാറാക്കാൻ. ഓക്കെ, അതിനാണ് ഒപ്റ്റിക്കൽ റിപ്പീറ്റേഴ്സ് വെച്ച് കൊടുക്കുന്നത്. റീജനറേറ്റ് ചെയ്യാൻ, വീക്ക് സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്ത് റീഷേപ്പ് ചെയ്തെടുക്കാൻ. ഓക്കെ, അടുത്ത ചോദ്യം, ന്യൂമറിക്കൽ അപ്പർച്ചർ ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ ഡിറ്റർമൈൻസ്. ന്യൂമറിക്കൽ അപ്പർച്ചർ NA എന്ന് പറയുന്നത് എന്താണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് നോക്കാം. അതായത് ഇറ്റ് ഡിഫൈൻസ് ദ ലൈറ്റ് ഗ്യാതറിംഗ് എബിലിറ്റി ഓഫ് എൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, അപ്പോൾ ഹയർ ആയിട്ടുള്ള NA ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഹയർ ന്യൂമറിക്കൽ അപ്പർച്ചർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ക്യാൻ ആക്സെപ്റ്റ് ലൈറ്റ് അറ്റ് ലാർജർ ആംഗിൾസ്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ഓപ്ഷൻസ് നോക്കി നോക്കാം. എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഫൈബർ. അതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. ലൈറ്റ് ഗ്യാതറിങ് എബിലിറ്റി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദ ഫൈബർ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ. ലെങ്ത് ഓഫ് ഫൈബർ അല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിംഗ് ഓൺലി അല്ല. ദ വേവ് ലെങ്ത് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റും
അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. The main advantage of single mode fiber over multimode fiber is. എന്താണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഹയർ അറ്റൻയൂഷൻ അല്ല, ലോവർ ബാൻഡ്വിഡ്ത്ത് അല്ല, നോ മോഡൽ ഡിസ്പെർഷൻ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് നോക്കി നോക്കാം, ഞാൻ എന്താണ് സംഭവം എന്നുള്ളൊരു ഫിഗർ വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു സിംഗിൾ മോഡ് ഫൈബർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒപ്റ്റിക്കൽ സിംഗിൾ മോഡാണ്, OS ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ പുറത്ത് കാണുന്നത് ഇതാണ് കോർ എന്ന് പറയുന്നത്. ഉള്ളിലുള്ളത് പുറത്തുള്ളത് ക്ലാഡിംഗ് ആണ്, ഉള്ളിലുള്ളത് കോറാണ്. കോറിൽ കൂടെയാണ് നമ്മുടെ ഫൈബർ പോവുക. ഓക്കെ, ആ കോറാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്, അതിലൂടെയാണ് ലൈറ്റ് പോവുക. ഓക്കെ, അപ്പോൾ ഈ സിംഗിൾ മോഡിലാണെങ്കിൽ ഒരൊറ്റ മോഡ് ഓഫ് പ്രൊപ്പഗേഷനേ ഉണ്ടാവുള്ളൂ. അതായത് എന്താണ്, ലൈറ്റ് ഇങ്ങനെ വരുന്നു, ഇതിലൂടെ ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇത് വളരെ ചെറുതായിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിൽ, ഈ ക്ലാഡിങ്ങിൻ്റെ ഉള്ളിൽ കോർ എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു ഡയമീറ്ററേ ഉണ്ടാവുള്ളൂ. എന്നാൽ മൾട്ടിമോഡ് ആവുമ്പോൾ, ഒപ്റ്റിക്കൽ മൾട്ടിമോഡ് OM എന്ന് പറയുന്നത് ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ, ഈ ക്ലാഡിങ്ങിൻ്റെ ഉള്ളിൽ കോർ എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പോകുമ്പോൾ ഉണ്ടല്ലോ, ലൈറ്റ് ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് പോവുക. ഓക്കെ, എന്നിട്ട് ലൈറ്റ്, അതായത് പല മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്, പല വഴിയിലൂടെയാണ് ലൈറ്റ് പുറത്തേക്ക് എത്തുന്നത്. ഓക്കെ, അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ ഇന്റർമോഡൽ ഡിസ്പെർഷൻ സംഭവിക്കാം. ഇന്റർമോഡൽ ഡിസ്പെർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കൂ, ലൈറ്റ് ഇങ്ങനെ, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു, ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. അപ്പോൾ ലൈറ്റ് റേസ് propagate through different paths, hence the reaching time at the destination is different. അപ്പോൾ മൊത്തത്തിൽ പൾസ് ബ്രോഡനിങ്ങും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം. അപ്പോൾ മോഡൽ ഡിസ്പെർഷൻ അവിടെ സംഭവിക്കാം, കുറേ മോഡുകളിൽ ട്രാൻസ്മിറ്റ് ആവുന്നതുകൊണ്ട്. ഇവിടെ സിംഗിൾ മോഡ് ട്രാൻസ്മിഷൻ ആണ്, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. വ്യക്തമാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. In optical fiber communication, the term window refers to. വിൻഡോ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിൻഡോ നമ്മൾ മുമ്പ് ഒരു ചോദ്യത്തിൽ കണ്ടു. വിൻഡോ എന്ന് പറയുന്നത് എന്താണ്, അവിടെ ലോസ് കുറവായിരിക്കും എന്നല്ലേ നമ്മൾ പഠിച്ചത്, നമ്മൾ വേവ് ലെങ്ത് പഠിച്ചപ്പോൾ അല്ലേ. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ വേവ് ലെങ്ത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത് റേഞ്ച് പഠിച്ചപ്പോൾ അല്ലേ. അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വിസിബിൾ പോർഷൻ ഓഫ് ദി ഒപ്റ്റിക്കൽ സ്പെക്ട്രം ആണോ? അല്ല, ഒപ്റ്റിക്കൽ സ്പെക്ട്രത്തിൽ വിസിബിൾ പോർഷൻ ആണോ ഉള്ളത്? അതിനകത്ത് വിസിബിൾ പോർഷൻ അല്ല ഈ ചോദിക്കുന്നത്. വിൻഡോ എന്ന് പറയുന്നത് അതല്ല, അത് ഫുള്ള് വരില്ല. സ്പെസിഫിക് വേവ് ലെങ്ത് റീജിയൻസ് ഓഫ് ലോ ലോസ്, അതെ, ലോ ലോസ് വരുന്ന, ലോസ് കുറവുള്ള റീജിയൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ വിൻഡോസ് കറസ്പോണ്ട് ടു ലോ ലോസ് വേവ് ലെങ്ത് regions, അതായത് 850 നാനോമീറ്റർ, 1300 നാനോമീറ്റർ, 1310 നാനോമീറ്റർ, 1550 നാനോമീറ്റർ. ഓക്കെ, ദീസ് ആർ യൂസ് ഫോർ എഫിഷ്യന്റ് സിഗ്നൽ ട്രാൻസ്മിഷൻ. ഇത് നമ്മൾ നോക്കിയതാണ് മുമ്പ് കേട്ടോ. അപ്പോൾ വിൻഡോ എന്താണ്, ദേ ആർ സ്പെസിഫിക് വേവ് ലെങ്ത് റീജിയൻസ് ഓഫ് ലോ ലോസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The cladding serves to. cladding എന്തിനാണ് ഉള്ളത്? ക്ലാഡിംഗ് ഉണ്ട്, കോറുണ്ട് നമ്മൾ പഠിച്ചില്ലേ. കോറിൻ്റെ ചുറ്റും ഒരു ക്ലാഡിംഗ് ഉണ്ട് അല്ലേ. ആ ക്ലാഡിംഗ് എന്തിനാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ദേ ഗൈഡ് ലൈറ്റ് വിതിൻ ദ കോർ ബൈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം മോഡൽ ഇതിലൊക്കെ നമ്മൾ പഠിച്ചു, അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ഒരു ക്രിട്ടിക്കൽ ആംഗിളിൽ പോയി കഴിഞ്ഞിട്ട് അത് ടോട്ടൽ ഇന്റേണലി റിഫ്ലക്റ്റ് ആയിട്ട് മൊത്തം പുറത്തേക്ക്, അങ്ങനെയാണ് ഈ ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, പ്രൊട്ടക്ട് ഫൈബർ മെക്കാനിക്കലി ഓൺലി. അതെന്തായാലും ശരിയല്ല. ഇൻക്രീസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇല്ല, അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂട്ടൊന്നുമില്ല. ഇറ്റ് ജനറേറ്റ്സ് ലൈറ്റ്, അത് ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഗൈഡ്സ് ലൈറ്റ് വിതിൻ ദ കോർ ബൈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി ക്ലാഡിങ്ങും കോറും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? ക്ലാഡിംഗ് ഹാസ് ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ദാൻ കോർ വിച്ച് എൻഷുവേഴ്സ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് കൺഫൈൻസ് ലൈറ്റ് ടു ദ കോർ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത് തന്നെ. ക്ലാഡിങ്ങിന് കോറിനെക്കാട്ടിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് കേട്ടോ. അടുത്ത ചോദ്യം. Which of the following components is used for optical amplification? ഉപയോഗിക്കുന്നത് ഏതാണ്? LED ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ലൈറ്റ് സോഴ്സ് മാത്രമാണ്. ഓക്കെ, EDFA, എർബിയം ഡോപ്ഡ് ഫൈബർ ആംപ്ലിഫയർ, അത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, EDFAs amplify optical signals directly without electrical conversion using erbium doped fiber excited by a pump laser. Okay, EDFAs നമ്മൾ എന്തിനു ഉപയോഗിക്കും? ഒപ്റ്റിക്കൽ ആംപ്ലിഫിക്കേഷന് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ചോദ്യം. The main limitation of LED as a light sources.
ഓക്കെ, എന്താണ് LED-യുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം? അപ്പോൾ ലേസർ ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണ്? നല്ല ഹൈ പവറൊക്കെ വേണ്ട സ്ഥലത്തൊക്കെയാണ് നമ്മൾ ലേസർ ഉപയോഗിക്കാറുള്ളത് അല്ലേ? അപ്പോൾ LED ലേസർ വളരെ കോസ്റ്റ്ലി ആണ്, പക്ഷേ LED അത്ര കോസ്റ്റ്ലി അല്ല, ഇൻഎക്സ്പെൻസീവ് ആണ്. എന്നാലും നമ്മൾ LED-കൾ പലപ്പോഴും ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? പവർ വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഹൈ കോസ്റ്റ് അല്ല, LED-ക്ക് ലോ കോസ്റ്റ് ആണ്. നാരോ ബാൻഡ് വിഡ്ത്ത് അവിടെയല്ല, ലോ പവർ ആൻഡ് വൈഡ് സ്പെക്ട്രൽ വിഡ്ത്ത് ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, LEDs ആർ ഇൻഎക്സ്പെൻസീവ്, റിലയബിൾ, ബട്ട് ദേ പ്രൊഡ്യൂസ് ലോ ഒപ്റ്റിക്കൽ പവർ ആൻഡ് ഹാവ് വൈഡ് സ്പെക്ട്രം which limits data rates and distance. ഓക്കെ, വൈഡ് സ്പെക്ട്രവുമാണ്, അതേപോലെ തന്നെ ലോ ഒപ്റ്റിക്കൽ പവറുമാണ് അവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ലേസറും LED-യും റിലേറ്റ് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. The term bit rate distance product. ഓക്കെ, മെഷേഴ്സ് ബിറ്റ് റേറ്റ് ഡിസ്റ്റൻസ് പ്രോഡക്റ്റ് എന്താണ്? നമുക്കൊന്ന് നോക്കി നോക്കാം അത് ആദ്യം എന്താണെന്ന്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഈ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് ഇതിൽ ഏതാണെന്ന് പറയാത്തത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസർ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, കുറേ ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കൃത്യമായിട്ടുള്ള ആൻസർ പറഞ്ഞു തന്നിട്ട് നമ്മൾ അതിലേക്ക് തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ ബിറ്റ് റേറ്റ് ഡിസ്റ്റൻസ് പ്രോഡക്റ്റ് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മാക്സിമം ഡേറ്റ റേറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ ഗിവൺ ഡിസ്റ്റൻസ് ബിഫോർ ഡിസ്പേർഷൻ കോസസ് എക്സസീവ് സിഗ്നൽ ഓവർലാപ്പ്. സിഗ്നൽ ഓവർലാപ്പ് എന്താണെന്നൊക്കെ നമുക്കറിയാലോ. ഡിസ്പേർഷൻ കാരണം വരുന്ന സിഗ്നൽ ഓവർലാപ്പ് നമ്മളിപ്പോൾ കണ്ടു. അതായത് ഔട്ട്പുട്ടിൽ ഇത് ഇങ്ങനെ വരുന്ന സിഗ്നൽ ഇൻ്റർഫറൻസ് വന്ന് സിഗ്നൽ ഓവർലാപ്പ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് ഈ സിഗ്നൽ ഓവർലാപ്പ് വരുന്നതിന് മുമ്പ് അതെത്താതിരിക്കാനുള്ള മാക്സിമം ഡാറ്റ റേറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ ഗിവൺ ഡിസ്റ്റൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്? ബിറ്റ് റേറ്റ് ഡിസ്റ്റൻസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് എപ്പോഴാണ്? ഡിസ്പെർഷൻ സംഭവിക്കുമ്പോഴല്ലേ. അപ്പോൾ ഡിസ്പെർഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പാരാമീറ്റർ മെഷർ ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ ലോസ് ഓഫ് ദ ഫൈബർ ആണോ? അല്ല. ഡിസ്പെർഷൻ ലിമിറ്റഡ് പെർഫോമൻസ് ഓഫ് ദി സിസ്റ്റം. യെസ്, അതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ന്യൂമറിക്കൽ അപ്പർച്ചർ അല്ല, ഒപ്റ്റിക്കൽ പവർ ഔട്ട്പുട്ട് അല്ല. ഓക്കെ, അപ്പോൾ ബിറ്റ് റേറ്റ് ഡിസ്റ്റൻസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മാക്സിമം ഡാറ്റ റേറ്റ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ ഗിവൺ ഡിസ്റ്റൻസ് ബിഫോർ ഡിസ്പേർഷൻ കോസസ് എക്സസീവ് ഓവർലാപ്പ്. ഓക്കെ, സിഗ്നൽ ഓവർലാപ്പ്. അപ്പോൾ സിഗ്നൽ ഓവർലാപ്പ് പഠിച്ചത് നമ്മൾ ഡിസ്പേർഷനിലാണ്. അപ്പോൾ ഡിസ്പേർഷൻ ലിമിറ്റഡ് പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിറ്റ് റേറ്റ് ഡിസ്റ്റൻസ് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Optical fiber connector that uses a bayonet style coupling is bayonet style coupling യൂസ് ചെയ്യുന്നത് ഏതാണ്? അത് ST connectors ആണ് കേട്ടോ. സ്ട്രെയിറ്റ് ടിപ്പ് കണക്ടർ എന്ന് പറയും. They use a bayonet style locking mechanism for secure quick connections common in multi-mode networks. multi-mode networksലാണ് നമ്മളത് യൂസ് ചെയ്യുക. ST connectors യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഫിഗേഴ്സുമായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? SC കണക്ടർ, സബ്സ്ക്രൈബർ കണക്ടറാണ് ഇത്. ഇനി അടുത്തത് LC എന്ന് പറഞ്ഞാൽ ലൂസൻ കണക്ടറാണ്. ST ഇതാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. സ്ട്രെയിറ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ടിപ്പ് എന്താ സംഭവം എന്ന് അറിയോ? ഇതിനകത്ത് ഈ ഒരു ടിപ്പ് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ബൾബൊക്കെ ഹോൾഡറിൽ ഉണ്ടല്ലേ, അപ്പോൾ ഒരു ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ഹോൾഡറിൽ കറക്റ്റ് പൊസിഷനിൽ വരില്ലേ, അതേപോലെ ഈ STയിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടിപ്പ് ഉണ്ട്. ആ ടിപ്പ് ഇട്ടിട്ട് തിരിച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് അവിടെ യൂസ് ചെയ്യുക കേട്ടോ. അതാണ് ബയോനെറ്റ് എന്ന് പറയുന്നത്. ബയോനെറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു MTP ടൈപ്പ് ഉണ്ട്. MTP MPO കണക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടി മോഡിൽ തന്നെ വരുന്ന കണക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 കണക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. അടുത്തത് the main purpose of cladding in optical fiber is to. അപ്പോൾ ക്ലാഡിംഗ് എന്തിനാ യൂസ് ചെയ്യുക? നമ്മളൊരു ചോദ്യം കണ്ടതാണ്. ഇത് വേറെ രീതിയിൽ ചോദിച്ചാൽ എങ്ങനെ പറയണം നോക്കാം. അബ്സോർബ് സ്ട്രേ ലൈറ്റ്, അതൊന്നും ക്ലാഡിംഗ് ചെയ്യില്ല അല്ലേ. റിഫ്ലക്ട് ലൈറ്റ് ബാക്ക് ടു ദ കോർ, അതാണ് ക്ലാഡിംഗ് ചെയ്യുക. ഇറ്റ് ഇൻക്രീസസ് ഫൈബർ സ്ട്രെങ്ത് ഇല്ല, റെഡ്യൂസസ് അറ്റന്വേഷൻ ഇല്ല. ഓക്കെ, ക്ലാഡിംഗ് സറൗണ്ട്സ് എ കോർ ആൻഡ് റിഫ്ലെക്ട്സ് ലൈറ്റ് വയ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കീപ്പിംഗ് ഇറ്റ് കൺഫൈൻഡ് ആൻഡ് മിനിമൈസിങ് സിഗ്നൽ ലോസ്, അതാണ് ക്ലാഡിംഗ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, ടോട്ടൽ ലോസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് ഇസ് എ സം ഓഫ്. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എന്തിൻ്റെയൊക്കെ സമ്മാണ്? അപ്പോൾ അറ്റന്വേഷൻ എന്ത് കാരണമൊക്കെ ഉണ്ടാവുന്ന നമ്മൾ പഠിച്ച അബ്സോർപ്ഷൻ, സ്കാറ്ററിങ് ആൻഡ് ബെൻഡിങ് ലോസസ് അല്ലേ. ലോസസ് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കി വെക്കാം. ഓൺലി അബ്സോർപ്ഷൻ ലോസസ് അല്ല,
ഓൺലി സ്കാറ്ററിംഗ് ലോസസ് നോ, ഓൺലി കണക്ടർ ലോസസ് നോ, എല്ലാം കൂടെ ചേർന്നതാണ്. ഓക്കെ, ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സോർപ്ഷൻ, സ്കാറ്ററിംഗ് ആൻഡ് കണക്ടർ ലോസസ്. അതായത് ഇൻട്രിൻസിക് ലോസസ് ഉണ്ടാവും. ഇൻട്രിൻസിക് ആയിട്ടുള്ള ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സോർപ്ഷനും സ്കാറ്ററിംഗും ഒക്കെ കാരണമുള്ള അതിനുള്ളിൽ ഉണ്ടാവാവുന്ന ലോസസ്. എക്സ്ട്രിൻസിക് ലോസസ് ഉണ്ട്. എക്സ്ട്രിൻസിക് ലോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ബാക്കി കോമ്പണൻസ് കാരണം ഉണ്ടാവുന്ന ലോസുകൾ, ബെൻഡിങ്ങോ സ്പ്ലൈസിങ്ങും കണക്ടർ ലോസസ് ഒക്കെ ആണ് എക്സ്ട്രിൻസിക് ലോസസിൽ വരിക. അപ്പോൾ ഇൻട്രിൻസിക് ലോസും എക്സ്ട്രിൻസിക് ലോസും കൂടെ ചേർന്നതാണ് എന്ത്? ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. അതിനകത്ത് അബ്സോർപ്ഷൻ, സ്കാറ്ററിങ്ങും ബെൻഡിങ്ങും ലോസും എല്ലാം വരും. ഓക്കെ, അടുത്തത് which one is a dispersion compensating technique? ഡിസ്പേർഷൻ കോമ്പൻസേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന എന്താണ് നോക്കാം. ഇൻക്രീസിങ് ഒപ്റ്റിക്കൽ പവർ കൂട്ടിയിട്ട് കാര്യമില്ല, ഡിസ്പേർഷൻ ഉണ്ടാവാതിരിക്കില്ല. യൂസിങ് EDF ആംപ്ലിഫയേഴ്സ്, അതും നമ്മൾ ആംപ്ലിഫൈ ഒപ്റ്റിക്കൽ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ്. യൂസിങ് ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബർ, DSF യൂസ് ചെയ്താൽ ശരിയാണ്. ഈ പറഞ്ഞ പോലെ ഡിസ്പേർഷൻ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ആർ ഡിസൈൻഡ് സോ ദാറ്റ് സീറോ ഡിസ്പേർഷൻ occurs at 1550 നാനോമീറ്റർ, റെഡ്യൂസിങ് പൾസ് ബ്രോഡനിങ് ഇൻ ലോങ് ഡിസ്റ്റൻസ് ലിങ്ക്സ്. ഓക്കെ, അപ്പോൾ ഡിസ്പേർഷൻ ഷിഫ്റ്റഡ് ഫൈബേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറോ ഡിസ്പേർഷൻ, ഈ വേവ് ലെങ്ത്തിൽ സീറോ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. The typical attenuation in modern single mode fibers at 1550 nanometers is about. അപ്പോൾ മോഡേൺ സിംഗിൾ മോഡ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോസ് ഒക്കെ വളരെ കുറവാണ്. 1550 നാനോമീറ്റേഴ്സിലൊക്കെ ലോസ് വളരെ കുറവാണ്. C ആണ്, 0.2 dB per kilometer ഉണ്ടാവുള്ളൂ. ഓക്കെ, മോഡേൺ ഹൈ ക്വാളിറ്റി ഫൈബേഴ്സ് ആർ വെരി ലോ ലോസ്, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.2 dB per kilometer at 1550 nanometer, the most efficient wavelength region for long distance transmission. Okay, അടുത്ത ചോദ്യം. The optical signal to noise ratio, OSNR എന്ന് പറയുന്നത് അതെന്താണ്? ഇറ്റ്സ് എ മെഷർ ഓഫ് എന്താണെന്ന് ചോദിക്കുന്നത്. SNR എന്താണ്? സിഗ്നൽ ടു നോയ്സ് പവർ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OSNR എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്റ്റിക്കൽ ഡൊമൈനിലുള്ള സിഗ്നൽ ടു നോയ്സ് റീജിയൻ, നോയ്സ് പവർ അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ പവർ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിറ്റർ ആണോ? അല്ല. നോയ്സ് ഇൻ ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ് അല്ല. റേഷ്യോ ഓഫ് സിഗ്നൽ പവർ ടു നോയ്സ് പവർ ഇൻ ദ ഒപ്റ്റിക്കൽ ഡൊമൈൻ, C ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇറ്റ് ക്വാണ്ടിഫൈസ് ദ ക്ലാരിറ്റി ഓഫ് ദി ഒപ്റ്റിക്കൽ സിഗ്നൽ. ഹയർ OSNR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ഫ്യൂവർ ട്രാൻസ്മിഷൻ എറേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. The main cause of non-linear effects in optical fibers is, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ നോൺ ലീനിയർ എഫക്ട്സ് ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? ലോ ഇൻപുട്ട് പവർ കാരണമാണോ? അല്ല. ഹൈ ഇൻപുട്ട് പവർ ഡെൻസിറ്റി കാരണമാണ് കേട്ടോ. ഹൈ ഇൻപുട്ട് പവർ ഡെൻസിറ്റി കാരണമാണ്. നോൺ ലീനിയർ ഇഫക്ട്സ് എന്തൊക്കെയാണെന്നറിയോ? SPM എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫേസ് മോഡുലേഷൻ, XPM എന്ന് പറഞ്ഞാൽ ക്രോസ് ഫേസ് മോഡുലേഷൻ, FWM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേവ് മിക്സിംഗ്. ഇതൊക്കെ ഒക്കർ ചെയ്യാം എപ്പോൾ? ഒപ്റ്റിക്കൽ പവർ ഡെൻസിറ്റി വളരെ കൂടുതലാവുമ്പോൾ. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒപ്റ്റിക്കൽ പവർ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയോ? ഒപ്റ്റിക്കൽ ആയിട്ടുള്ള PSD പവർ ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ മാറ്റും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് ആവും. ഓക്കെ, അത് കാരണം എന്ത് സംഭവിക്കും? സിഗ്നൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഓക്കെ, സിഗ്നൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും? അതാണ് ഈ നോൺ ലീനിയർ ഇഫക്ട്സ് എന്ന് പറയുന്നത്. നോൺ ലീനിയർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? നോൺ ലീനിയർ ഇഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ ഫേസ് മോഡുലേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ക്രോസ് ഫേസ് മോഡുലേഷൻ ഉണ്ട്. അതേപോലെ 4 വേവ് മിക്സിങ്ങും സംഭവിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മെയിൻ ഫങ്ഷൻ ഓഫ് എ കപ്ലർ ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഇസ്. കപ്ലർ എന്താ ചെയ്യുക? അത് സ്പ്ലിറ്റ് ചെയ്യോ അതോ കമ്പൈൻ ചെയ്യോ ചെയ്യും കേട്ടോ. ഒപ്റ്റിക്കൽ പവറിനെ സ്പ്ലിറ്റ് ചെയ്യോ കമ്പൈൻ ചെയ്യോ ചെയ്യുന്നതാണ് കപ്ലർ എന്ന് പറയുന്ന ആള്. ഇറ്റ് കൺവേർട്സ് ഒപ്റ്റിക്കൽ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ല. ഇറ്റ് സ്പ്ലിറ്റ്സ് ഓർ കമ്പൈൻസ് ഒപ്റ്റിക്കൽ പവർ. ഓക്കെ, അതൊരു പാസീവ് ഡിവൈസ് ആണ്. ഇറ്റ് ആംപ്ലിഫൈസ് ഒപ്റ്റിക്കൽ സിഗ്നൽ അല്ല. ഇറ്റ് ഫിൽട്ടർ അൺവാണ്ടഡ് വേവ് ലെങ്ത്തും അല്ല. ഓക്കെ, ഫിൽട്ടറിങ് അല്ല അതിൻ്റെ പണി. ഒപ്റ്റിക്കൽ കപ്ലർ ഇസ് എ പാസീവ് ഡിവൈസ്. ഇറ്റ് ക്യാൻ സ്പ്ലിറ്റ് വൺ ഒപ്റ്റിക്കൽ സിഗ്നൽ ഇൻറ്റു 2 or more parts or combine multiple inputs into 1. അതാണ് കപ്ലർ ചെയ്യുന്ന പണി. ഓക്കെ, അടുത്ത ചോദ്യം. കപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 1-2 പേരുണ്ടാവും. കപ്പിൾ എന്ന് പറഞ്ഞാൽ 2 പേരെങ്കിലും വേണ്ടേ അല്ലേ? അപ്പോൾ ഒരാളെ രണ്ടാക്കും അല്ലെങ്കിൽ 2 പേരെ പിടിച്ചിട്ട് ഒന്നാക്കും. ഇതൊക്കെയാണ് കപ്ലറുടെ പണി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർക്കാലോ, കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഓർക്കാലോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
Which of the following losses is independent of wavelength? Wavelengthന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലോസ് ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. റിലേ സ്കാറ്ററിംഗ് ലോസ്, മെറ്റീരിയൽ അബ്സോർപ്ഷൻ ലോസ്, ബെൻഡിങ് ലോസ്, സ്റ്റിമുലേറ്റഡ് റാമൻ സ്കാറ്ററിംഗ്. ഇതിൽ ബെൻഡിങ് ലോസ് ആണ് എന്ത് വേവ് ലെങ്ത്തിന് ഡിപ്പെൻഡൻ്റ് അല്ലാത്തത്. ഓക്കെ, ബെൻഡിങ് ലോസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രിൻസിക് ലോസ് ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫൈബർ ജോമെട്രി. ഓക്കെ, ബെൻഡിങ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എക്സസീവ് ആയിട്ടുള്ള കർവേച്ചർ കാരണം, ബെൻഡിങ് കാരണം ലൈറ്റ് കോറി കൂടെ എക്സ്കേപ്പ് ചെയ്യുന്നതിനെയാണ് ഈ ബെൻഡിങ് ലോസ് എന്ന് പറയുന്നത്. അതിന് വേവ് ലെങ്ത് ആയിട്ട് ബന്ധമില്ല. ഓക്കെ, അപ്പം മാക്രോ ബെൻഡിങ്ങും ഉണ്ട്, മൈക്രോ ബെൻഡിങ്ങും ഉണ്ടാവും. അതിന് എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഫൈബർ ജോമെട്രി. ഇറ്റ് ഈസ് എൻ എക്സ്ട്രിൻസിക് ലോസ് ആൻഡ് ലൈറ്റ് എസ്കേപ്സ് ഫ്രം ദി കോർ ഡ്യൂ ടു എക്സസീവ് കർവേച്ചർ. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. Which optical phenomena is used in optical isolators? ഐസൊലേറ്റേഴ്സിൽ എന്ത് ഫിനോമിനയാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് എന്താണ് ചെയ്യാം? ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ചന്നം ഭിന്നം ഓടി നടക്കുന്ന നമ്മുടെ ലൈറ്റിനെ എല്ലാത്തിനെയും കൂടെ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സിലൂടെ ഒക്കെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈറ്റ് ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രം, നമുക്ക് വേണ്ട ഡിഗ്രി ഡയറക്ഷനിലേക്ക് മാത്രമായിട്ട് ഫേസ് ഷിഫ്റ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, പോളറൈസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഫിനോമിനൻ ഏതാണ്? ഇതിനകത്ത് ഐസൊലേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഫിനോമിനൻ ഏതാണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണോ? അല്ല. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമുക്ക് കോർ ക്ലാഡിങ്ങിലൂടെ നമ്മുടെ ലൈറ്റ് കടന്നു വരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഐസൊലേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത് ഫാരഡേ റൊട്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് allow light to pass in one direction only using the Faraday effect to rotate polarization and prevent back reflection damage. Okay, അപ്പോൾ ഒരൊറ്റ ഡയറക്ഷനിലൂടെ മാത്രം ലൈറ്റിനെ പാസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസൊലേറ്റേഴ്സ് യൂസ് ചെയ്യുക. അവിടെ ഉപയോഗിക്കുന്നത് ഫാരഡേ റൊട്ടേഷൻ ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.